ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിട്ടുള്ളത് വിഷുവായിട്ട് നമ്മുടെ നടുമുറ്റം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വീട്ടിലെ ചെറിയൊരു നടുമുറ്റാണിത്. അതിൽ നമ്മൾ കൃഷ്ണനെയാണ് വെച്ചിട്ടുള്ളത്. കൃഷ്ണനും അതുകൂടെ തന്നെ നിലവിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 ഗണപതിയുടെ ആനക്കുട്ടന്മാരെ വെച്ചിട്ടുണ്ട്. പിന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്കുകളുണ്ട്, കുബേരനുണ്ട്, ശംഖുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എന്നും ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വിളക്ക് വെച്ച് നാമം ജപിക്കാറുള്ളത്. ആനക്കൊമ്പുകൾ കണ്ടോ, ഇത് പുതുതായിട്ട് വാങ്ങിയതാണ്. അച്ഛൻ ഗുരുവായൂർ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇക്കുവാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പൊന്നു അവിടെ അടിച്ചു വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണല്ലേ. ഇനി ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് എന്തായിട്ടും കാണണം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കൃഷ്ണൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു ചൈതന്യം നമുക്ക് കാണാവുന്നതാണ്. എങ്ങനെയുണ്ട് ഞങ്ങൾ ഒരുക്കിയത് കമൻറ്റ് ബോക്സിൽ പറയണേ. ദെൻ അവസാനമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് കുറച്ച് കൊന്നപ്പൂവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുക്കളയിൽ പോയപ്പോഴാണ് അമ്മ അവിടെ പിറ്റേന്നുള്ള സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ അരിയുന്നത് കണ്ടത്. ഇത് അവിയലിനുള്ള പച്ചക്കറികളാണ്. ഇതിൽ മുരിങ്ങക്കായ അരിഞ്ഞിട്ടുണ്ട്, കൈപ്പങ്ങ അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് അമ്മ അരിയാണ്. ഇതാ സൈഡിൽ വെള്ളരി ഉണ്ട്, വെള്ളരിക്കൊക്കെ ഇടും, കുമ്പളങ്ങ ഇടും. അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ പടക്കം പൊട്ടുണ്ട് കേട്ടോ. എല്ലാവരും പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അമ്മേനെ കൂടെ കുറച്ചൊന്ന് സഹായിച്ചിട്ട് പുറത്ത് പോയി പടക്കം പൊട്ടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ഇത്രയും കഷ്ണങ്ങളാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളവിടെ എന്തൊക്കെ അവിയലിടുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ. എല്ലാം ഈ ഒരു സൈസിലാണ് അമ്മ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് നാളെ നേരിട്ട് ഉണ്ടാക്കുക, അത്ര പണിയുള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറ്റത്തിറങ്ങി. ഇനി അടുത്തതായിട്ട് വരുന്നത് ഞങ്ങൾ പടക്കം പൊട്ടിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാം, അവിടെ മേശപ്പൂവുണ്ട്. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ അച്ഛ എന്തൊക്കെ വിഷുവിന് പൊട്ടിക്കാനുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ മേശപ്പൂ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഉഷാറായിട്ട് കത്തിയിട്ടുണ്ട്. ഇത് അമിട്ടാണ്. അമിട്ട് അടിപൊളിയായിട്ട് പൊട്ടും, നല്ല സൗണ്ടുള്ള അമിട്ടാണിത്. നമ്മൾ മുന്നേ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം മനസ്സിലായി നല്ല സൗണ്ടാണെന്ന്. അപ്പോൾ അടുത്തതായിട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. അനിയനാണ്, കണ്ണനാണ് പൊട്ടിക്കണേ. ഇക്കുണ്ട് ഒപ്പം. തീ കൊളുത്തുകയാണ്. പേടിയാണ്, നല്ല പേടിയാണ് കത്തിക്കാൻ. കൊടുത്തു ഓടുക. ഇപ്പൊ പൊട്ടും. ഭയങ്കര സൗണ്ടായിരുന്നു, നല്ല സൗണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരത്തെ നടുമുറ്റത്തിൽ വെള്ളം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് ഇത്രയും വെള്ളമായിട്ടുണ്ട്. അതിൽ കുറച്ച് കൊന്നപ്പൂ ഇട്ട് കൊടുത്തു. നമ്മൾ കണി ഒരുക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. കണിക്കൊന്ന വെള്ളത്തിലും വിതറിയിട്ടുണ്ട്. വെള്ളത്തിൽ നല്ല പോലെ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കണി വെച്ച ഫ്രൂട്ട്സിലും വെച്ചിട്ടുണ്ട്. അച്ഛ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛ കോമ്പലയ്ക്ക് തീ കൊടുക്കുകയാണ്, പടക്കത്തിൻ്റെ. അതാണ് ആ സൗണ്ട്. ഇതാ മേശപ്പൂ കത്തിച്ചു. ഞങ്ങൾ എന്തുണ്ടാക്കിയെന്ന് വെച്ചാൽ സേമിയ പായസാട്ടോ സദ്യക്ക് ഉണ്ടാക്കിയ സേമിയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ മത്തൻ എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് അതിൽ നാളികേരം വറക്കുകയാണ്. ഇതാണ് നമ്മുടെ മത്തൻ. ഇനി ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പായസം വെക്കാനാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. മേമ അളന്നെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇന്ന് അവിയലായിട്ടുണ്ട്. നല്ല ചോറുണ്ട്, പുളിഞ്ചിയുണ്ട്, നല്ല തോരനുണ്ട്, കൈപ്പങ്ങയും പയറും ഇട്ട് വെച്ചിട്ടുള്ള തോരനുണ്ട്. ഇത് സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ്. അതിൽ വെണ്ടയ്ക്കൊക്കെ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നെയ്യപ്പമാണ്, ഇന്നലെ പൂജയുടെ നെയ്യപ്പമാണ്. ചായയുണ്ട്. അമ്മ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുക്കറിലാണ് സാമ്പാർ വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ എളുപ്പമല്ലേ, എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ടിട്ട് ഒരൊറ്റ വിസിലിൽ സാമ്പാർ റെഡി. അങ്ങനെ പൊടികൾ ഇടുകയാണ്.
കായമാണ് കേട്ടോ, അത് കറിക്കായാണ്, അതിട്ടിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക നമ്മളിങ്ങനെ വേറെ വഴറ്റിയിട്ട് ഇടുകയാണ് ചെയ്യാറ്. നമ്മൾ നേരത്തെ കണ്ട ആ നാളികേരം വറുക്കുന്നത് കണ്ടില്ലേ, അത് അതിൻ്റെ മത്തനരിശ്ശേരി ഉണ്ടാക്കുകയാണ്. പിന്നെ പായസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാറിൽ ഇടാനുള്ള വെണ്ടയ്ക്കയും തക്കാളിയാണ് വാട്ടുന്നത്. അതുപോലെ തന്നെ അതിലിടാനുള്ള മുരിങ്ങാക്കായാണ്, തൂളി കളയാണ് നമ്മൾ, ലാസ്റ്റാണ് അത് ചെയ്യുക. അത് നന്നായി കഴുകിയിട്ട് സാമ്പാറിലിടാം. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇവിടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. പുളിഞ്ചി റെഡിയാണ്. ഇത് നമ്മുടെ പയറ്, കൈപ്പങ്ങ ഉപ്പേരി, പപ്പടം, അവിയൽ, നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചോറ്, നല്ല വെള്ളച്ചോറ്, പുളിശ്ശേരി. ഇനി ഇത് വിളമ്പുകയാണ്. നമുക്ക് ഓരോരോ വിഭവങ്ങളായിട്ട് ഇലയിൽ വിളമ്പി കൊടുക്കാം. ആദ്യം നമ്മൾ ഇല ഇട്ടിട്ട് പുളിഞ്ചിയാണ് വിളമ്പിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നല്ല അച്ചാർ വിളമ്പി. അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്, മാങ്ങ അച്ചാറാണ്. അതും ഇലത്തലപ്പത്ത് വിളമ്പിയിട്ടുണ്ട്. പിന്നെ എരിശ്ശേരി, മത്തനും നാളിൽ അരച്ച് വെച്ചിട്ടുള്ള എരിശ്ശേരി വിളമ്പിയിട്ടുണ്ട്. 3 കറികളാണ്. ഇപ്പോൾ പപ്പടം വിളമ്പി. നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്ന പോലെ അത്ര വലിയ കറികൾ കൂട്ടിയിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ഒരു സദ്യയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓണത്തിനാണ് കൂടുതൽ വിശാലമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ സദ്യ ഒരുക്കുക. അവിയലും വിളമ്പി, പിന്നെ കൈപ്പങ്ങയും പയറും വെച്ചിട്ടുള്ള ഉപ്പേരിയും വിളമ്പി. ഇനി ചോറ്, നല്ല വെള്ള ചോറാണ് വിളമ്പിയിട്ടുള്ളത്. ചെറിയ വിഭവങ്ങൾ മാത്രം ഉള്ളൂ. ഇതിൻ്റെ വീഡിയോ, നമ്മൾ കറികളുടെ വീഡിയോ നമ്മൾ വേറെ ഒരു ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി സാമ്പാറും വിളമ്പിയിട്ട് എല്ലാ കറികളും, പുളിഞ്ചി കുറച്ചെടുത്ത്, അച്ചാറെടുത്ത്, എരിശ്ശേരി എടുത്ത്, ഉപ്പേരി എടുത്ത്, അവിയലെടുത്ത്, പപ്പടം എടുത്ത്, സാമ്പാറും കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ അത് നല്ലൊരു ഫീലാണ്. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുണ്ടാവില്ലേ അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ടേസ്റ്റ്. അങ്ങനെ പായസം കുടിക്കാനായി. സദ്യ കഴിച്ചതിന് ശേഷമാണ് പായസം കുടിച്ചത്. അതും കുറച്ചൊരു റെസ്റ്റ് എടുത്തതിന് ശേഷം. വയറൊക്കെ ഫുള്ളായി. അപ്പോൾ പുറത്ത് നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കപ്പിൽ കുറച്ച് പായസം എടുത്ത് പുറത്ത് വന്നിരുന്ന് കുടിക്കുകയാണ്. രാത്രിയായി. നമ്മൾ പടക്കം പൊട്ടിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയച്ചയാണിത്. കുട്ടിയച്ച വാണം കത്തിക്കാനുള്ള പുറപ്പാടിലാണ്. നന്നായിട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇനി അതിന് തീ കൊളുത്തുകയാണ് കേട്ടോ. കത്തിയില്ല അങ്ങനെ പറഞ്ഞ് കുട്ടിയച്ച കത്തിക്കുകയാണ്. അച്ഛ അവിടെ നിന്നാണ്ട് ഉപ്പ് പൊട്ടും പറയുന്നുണ്ട്. വാവ്, അടിപൊളിയായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല സൗണ്ടോട് കൂടി നല്ല ഭംഗിയിലാണ് പൊട്ടിയത്. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി വന്നപ്പോൾ ഞങ്ങൾ മത്താപ്പൊക്കെ കത്തിച്ചു. നല്ല ചുമന്ന കളറുള്ള മത്താപ്പായിരുന്നു. നല്ല പുകയുണ്ടായിരുന്നു. നല്ല മത്താപ്പായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ വിഷു അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.